ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഒരു മിനിറ്റ് ലൈറ്റൊക്കെ ഇടട്ടെ. ഇന്നിവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആണ്. കാരണം ഇന്ന് സ്കൂളിൽ ജേഴ്സി ഇട്ടിട്ട് ഫുട്ബോൾ മാച്ചോ അല്ല അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അദ്ദിക്കുട്ടനൊക്കെ ഇവിടെ ഇങ്ങനെ എഴുന്നേറ്റ് ഇന്ന് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകാൻ. കാരണം ഇന്ന് ആദ്യമായിട്ട് അവർ ജേഴ്സി ഇട്ടിട്ട് പോവാണ്. മറ്റേ മതി എഴുന്നേക്ക് ടീക്കുട്ടിന്ന് ഏത് ജേഴ്സി ആയിട്ടെന്നറിയോ? അതേ ഒരു കൊതുക് അടിച്ചിട്ടുണ്ടോ ഗൈസ്? രാത്രി നല്ല മഴയായിരുന്നേ. അദ്ദിക്കുട്ടൻ്റെ ഇങ്ങനെ ജേഴ്സി ഒക്കെ ഇട്ടിട്ട് പക്ഷേ കുറച്ച് മിസ്റ്റേക്സുകളൊക്കെ ഉണ്ട് അല്ലേട്ടിയാ. അത് വാങ്ങിയതൊന്നും ശരിയാ. ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. അതുകൊണ്ട് ഭയങ്കര ലൂസും ഭയങ്കര ടൈറ്റും ഉള്ളതൊക്കെയാണ് അല്ലേ. എന്നാലും നമുക്ക് നോക്കാം. ഇന്ന് സാധാരണ 5:40 എണിക്കുന്ന മക്കളാണ് കേട്ടോ. ഇന്ന് മോർണിംഗ് ഇന്നിപ്പോൾ 5:30 ആകുമ്പോഴേക്കും എണിച്ചു. അതിൻ്റെ കാരണം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഈ റൊണാൾഡോ ഇതൊന്ന് പിടിച്ചേ. ഇത് അദ്വിക്കിൻ്റെ ആണ്. ഇത് ഇത്തിരി വലുതാണ്. പക്ഷെ നമുക്ക് ആകെ ആ ഷോപ്പിൽ നമ്മൾ 3-4 ഷോപ്പ് തിരഞ്ഞു കേട്ടോ ഗൈസ്. അങ്ങോട്ട് തിരിക്കട്ടെ, ബാക്ക് തിരിക്ക്. 3-4 ഷോപ്പിൽ നോക്കിയിട്ട് ആകെ ഒരെണ്ണ കിട്ടിയിരിക്കുന്നത്. അതും ഭയങ്കര വലിയ സൈസിലുള്ളത്. അതാണ് ഏറ്റവും വലിയ സങ്കടം. എന്നിട്ട് നമ്മൾ ആൻറ്റി എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മെസ്സി ഫാൻസ് നമ്മളുടെ സബ്സ്ക്രൈബറിൽ ആരൊക്കെയാണ് ആരാരുടെ ഫാൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ടീക്കുട്ടി ആരുടെ ഫാനാ? അദ്ദിക്കുട്ടൻ ആരുടെ ഫാനാ? കാരണം ആദ്യക്കുട്ടനും മറ്റേ ഇത് കിട്ടിയില്ല, ആകെ ഒരു മെസ്സി ഉള്ളൂ. പിന്നെ അവന് കളറും ഒക്കെ റെഡും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് അതങ്ങനെ ആക്കിട്ടോ. അപ്പം ഇതാണ് ഇന്ന് ടീക്കുട്ടി ഇടാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഗൈസ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. 2022 എന്തോ എൻ്റെ ലൈഫിൽ നമ്മൾ ഇതൊന്നും വാങ്ങിയിട്ട് പോലും കേട്ടോ. സ്കൂളിൽ എല്ലാവരും നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് റാലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഇതെന്താ കുതുക്കടിച്ചാണോ? ഒരു സാധനം കാണിച്ചു തരാം. ആ പല്ലൊന്നും ഒരുക്കി ഞാൻ നിമിഷാൻ്റെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പുതിയ റീറ്റെയിനർ നമ്മൾ വെച്ചിട്ടുണ്ട്. മറ്റേതും ശരിയാവുന്നില്ല. ഇപ്പം ഇതാണ് സാധനം. സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകണം. ടീക്കുട്ടിക്ക് സംസാരിക്കാനും പറ്റുന്നില്ല. നല്ല വേദനയുണ്ട്. ഇപ്പൊ ഇന്നലെ കിട്ടിയതാണ്. നല്ല വേദനയുണ്ട്. അതുപോലെ തന്നെ ഇനി സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാതിരി തോന്നിയാലോ ഒന്നും വിചാരിക്കരുത് കേട്ടോ. വെച്ചോ ഈ പോയി പല്ല് വെച്ചിട്ട് വരും. മെല്ലെ വായോ കേട്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അത്യാവശ്യം റോബോട്ടല്ല, അത്യാവശ്യം ലൂസാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ അതന്നെ ഇട്ടാൽ മതി. ഒരു കുഴപ്പമില്ല. നോക്കി റൊണാൾഡോ ഭയങ്കര ലൂസ് റൊണാൾഡോ ആയിട്ടുണ്ട് കേട്ടോ. ടീക്ക് അത് ഇഷ്ടേ ആയിട്ടില്ല. കാരണം അത്യാവശ്യം ലൂസാണ്. നമുക്ക് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഹൗസ് യൂണിഫോം ഇടാം. പക്ഷെ ഇവൻ അത് ഇട്ടേ മതിയാവും ഗൈസ്. 3-4 കടയിൽ കയറിയിട്ട് ആകെ ഒരെണ്ണം കിട്ടിയതാണ്. അതും നല്ല വലിയ സൈസ്. കുട്ടിക്ക് ഹൗസ് യൂണിഫോം തന്നെ ഇട്ടാൽ മതി. പക്ഷേ അദ്ദിക്കുട്ടിന് റെഡ് വേണം, മസ്റ്റാണ്. എന്നാൽ ഇതെടുത്താലും മതിയായിരുന്നു. പക്ഷേ പറ്റില്ല. ഒരാൾ മെസ്സിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഡ്രസ്സ് ഇട്ടിട്ട് കാണാമല്ലേ. ഭയങ്കര എക്സൈറ്റഡ് ആണോ ടിയ? ഫസ്റ്റ് ടൈം ലൈഫിൽ. ഞാൻ ഇടയ്ക്ക് ഏതോ ഒരു ഇതിൽ മേഴ്സി എന്ന് പറഞ്ഞു എന്നൊരു സംശയം കേട്ടോ. അല്ല മെസ്സി. ടീയുടെ സംസാരം ഇനി ആർക്കും തിരിയില്ല. കാരണം പുതിയ സംസാരം പോലെ ഉണ്ട്. അത് റീറ്റേണേഴ്സ് ഇട്ടിട്ടാണ്. ഓക്കെ, അപ്പൊ റെഡി ആയിട്ട് കാണാം അല്ലേ ടിയ? തിരിയടാ ഗൈസ്. ഫസ്റ്റ് ടൈം സ്കൂളിൽ പോകുന്ന ഒരു സന്തോഷമാണ് കേട്ടോ. ചിലർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ എനിക്കൊന്നും അത് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല. ഇന്നലെ രാത്രി ഓരോരുത്തരുടെ അടുത്ത് ഏത് കളറാ ഏത് ഡിസൈനാ, അയ്യോ എനിക്ക് ചിരി വന്നിട്ട് വയ്യ. അവരുടെ കെട്ടിത്തരടാ. അവരുടെ കുഞ്ഞു ഹാപ്പിനെസ് അല്ലേ. ഇവിടെ നോക്കട്ടെ. പക്ഷെ ഡാഡി ജിമ്മിൽ പോയിരിക്കാം കേട്ടോ. ജെസ്സി മേഴ്സി മെസ്സി. സോ കാര്യങ്ങളെല്ലാം അടിപൊളിയായി. ഫുഡെല്ലാം കഴിച്ച് അല്ലേട്ടിയാ. സ്കൂളിൽ പോകുമ്പോൾ എന്തായിരിക്കും മുന്നേ ഒരു ഐഡിയ ഇല്ല ഗൈസ്. മുട്ടായി കാര്യങ്ങളൊന്നും കഴിക്കരുത് ഇട്ടിട്ടിയാ. ഫസ്റ്റ് ഡേ ഈ ഒരു തരത്തിലുള്ള റീറ്റെയിനർ ഇട്ടിട്ട് പോവാണ്. ഹെയർ ബാൻഡ് വെക്കണോ? സൺസ്ക്രീൻ നമ്മുടെ റൊണാൾഡോ നടന്നു പോണു ഗൈസ്. റൊണാൾഡോ ഒത്തിരി ലൂസായിട്ടുണ്ട്. പക്ഷെ അതന്നെ വേണമെന്നൊന്ന് കുറച്ച് ഇഞ്ചി ചെയ്യാം. നമ്മുടെ റൊണാൾഡോ തൂളിപ്പോവോ? ഇന്നലെ രാത്രി മുടിയെല്ലാം വെട്ടി സെറ്റാക്കിയത് കേട്ടോ. ചന്തക്കാരനായതാണ്. ചെരുപ്പെല്ലാം ഇട്ടേ പൊന്നാ. എന്തോരം ലൂസാണ് ഗൈസ്, പറഞ്ഞാൽ കേൾക്കണ്ടേ. കണ്ണെല്ലാം എഴുതി. എനിക്കിപ്പോൾ മനസ്സിലായി. എൻ്റെ മിററിൽ ഇത് എവിടെന്നാ ഈ ഒരു ബ്ലാക്ക് ലൈൻ കണ്ടോ? ഇവളിങ്ങനെ കൺമഷി വെച്ചിട്ട് ഇങ്ങോട്ട് ആക്കുമ്പോൾ ആ മിററിൽ ആ കൺമഷി ഇതാക്കുക കേട്ടോ. ഞാൻ ഇത് എവിടെന്നാ കൃഷ്ണ ഈ ഒരു ബ്ലാക്ക്
ഇതുണ്ടോ എവിടെ സാധനം ഇതുണ്ടോ ഈ ഒരു മാർക്ക് കണ്ടോ ഇത് എവിടെന്നാ വരണേന്ന് പറഞ്ഞ് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായി ഗൈസ്. പിന്നെ നമ്മൾ മാല വള അങ്ങനത്തെ സാധനങ്ങളും നമുക്ക് സ്കൂളിൽ അലോഡല്ല. അപ്പോൾ എല്ലാം സെറ്റായി. അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എന്താ ഒരു അടിപൊളി സംഭവം കേട്ടോ. ക്ലാസ്സിൽ നിന്ന് കുഞ്ഞു മക്കളെ കാണാനൊക്കെ രസമായിരിക്കും. എല്ലാവരും ഒരുപോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ പുറത്തു പോയാലടാ ഡാഡി ജിമ്മിന്ന് വരാൻ ടൈം ആയിട്ടില്ല ഗൈസ്. അങ്ങനെ എന്തോയിരുന്നു പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ടീക്കുട്ടിയും അദ്ദിക്കുട്ടിനും ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈം മറ്റേതിട്ടിട്ടൊക്കെ പോവാട്ടോ. സ്കൂൾ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമുക്ക് സാധാരണ ജൂൺ ആയി കഴിഞ്ഞാൽ 2-3 ദിവസം ലീവ് കിട്ടുന്നതാണ് ഗൈസ്. പാലക്കാട് മഴ വന്നിട്ട് ഒരു മാസമായി. ഇന്നലെ രാത്രി വന്നിരിക്കുന്നു. രാത്രി നല്ല മഴ പെയ്തു ഗൈസ്. ആർക്കെങ്കിലും ഏതെങ്കിലും ജില്ലയിൽ മഴ കാരണം സ്കൂൾ ലീവ് കൊടുത്തിട്ടുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാമല്ലേ. സാധാരണ എല്ലാ ജൂണിലും നമുക്കൊരു 2 ദിവസം ലീവ് കിട്ടും. ഇപ്പം മഴയില്ല ഗൈസ്, പെട്ടു. അപ്പോൾ ഇപ്പോൾ സമയം എത്രയാണ് വന്നെ? 7:18. ആ ടീയ ഫസ്റ്റ് ഒന്ന് ഈ കാണിച്ച് നോക്കട്ടെ. ഇതിൻ്റെ വീടും നിമിഷാൻ്റെ എടുത്തില്ല കേട്ടോ. നിമിഷാൻ്റെ പോയിണ്ടായിരുന്നില്ല. അതാണ് ഇതുണ്ടോ ഒരു കമ്പിയാണ് ഇട്ടിരിക്കുന്നത്. സംസാരിക്കാൻ കിട്ടുന്നുണ്ടടാ? വേദനയുണ്ടോ? സാരില്ല കേട്ടോ, ശരിയാ. നമ്മുടെ റൊണാൾഡോയും മെസ്സിയും പോയി ഗൈസ്. ഇതേ പോയി. സ്കൂൾ വിട്ട് വന്നൊരു അവസ്ഥയാണ്. കാലത്ത് എങ്ങനെയായിരുന്നു പോയത്? എന്തൊക്കെയായിരുന്നു ക്ലാസ്സിൽ നടന്നത്? ക്ലാസ് ഒന്നും നടന്നില്ല. മെസ്സി അല്ല, അർജന്റീന വേഴ്സസ് ബ്രസീലില് മെസ്സി അല്ല, അർജന്റീന തോറ്റു ഗൈസ്. ടീക്കുട്ടി പറയുന്നതിൽ കുറച്ച് ഒരു ഇതുണ്ടാവും, പല്ലിൽ മറ്റേ സാധനം ഇട്ടത് കൊണ്ടാണ്. അപ്പോൾ തോറ്റു. എത്ര പേര് ക്ലാസ്സിൽ ഈ ഒരു ജേഴ്സി ഇട്ടിട്ട് വന്നിട്ടുണ്ട് പറയൂ? അറ്റ്ലീസ്റ്റ് ഒരു 10 പേര് അത്രേ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും റൊണാൾഡോ. ഓ, എല്ലാവരും ഇട്ടിട്ട് വന്നു. ഞാൻ അതാ ചോദിച്ചത്. ബാക്കി എല്ലാവരും ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതുകൊണ്ടാണ് ഗൈസ് നമുക്ക് അദ്ദിക്കുട്ടിന് കറക്റ്റായിട്ട് കിട്ടാത്തത് കേട്ടാണ്. എനിക്ക് പുഴുവിനെ ഒന്ന് കാണുന്നത്. കാലത്ത് പോയപ്പോൾ പുഴുവിനെ കണ്ടില്ല കേട്ടോ. നമ്മളുടെ ഗാർഡനിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർ വരുന്നുണ്ട്. ഇത് കണ്ടോ, കഴിച്ചുകൊണ്ടേയിരിക്കണ. നോക്കിയത് എത്ര എണ്ണമാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കണത്. നോക്കി എന്താ ടിയ. ഇനി കുറച്ചുകൂടി ആയിക്കഴിഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഇത് മുഴുവൻ എന്ത് കണ്ടോ കടിച്ച് ഇവിടെ മൊത്തം അങ്ങനെ ആക്കിയിട്ടിരിക്കും. ഇത് മുഴുവൻ നമ്മുടെ ഗാർഡൻ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു സാധനമാണ്. മിട്ടൂനെ വിടാം കേട്ടോ നമുക്ക്. ടീ എവിടെ? ബൈ. നോ 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 നോ. എങ്ങനെയാ പറയാ? നോ 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 നോ. പിന്നെ ഭയങ്കര ലവായി ഗൈസ്. ടീയാ ലവായ പിന്നെ നമ്മുടെ മിട്ടു മാറില്ല, പിന്നെ ഒന്നും പറയില്ല കേട്ടോ. ഇപ്പം സ്കൂളിൽ പോണ സമയത്താണ് ഇങ്ങനെയൊക്കെ എല്ലാവരും മിട്ടുവിൻ്റെ വീഡിയോ ചോദിക്കുന്നത്. മിട്ടുവിന് ഇപ്പോൾ 1.5 വയസ്സാട്ടോ. മിട്ടു ബായ്. പിന്നെ എൻ്റെ ഈ കൈ കിട്ടിയാൽ പിന്നെ ഇങ്ങനെ ഹഗ് ചെയ്യല്, ഉമ്മ വയ്ക്കല്, ചെറുതായിട്ടൊരു കടിക്കല്. ബായ്. ടീ എവിടെ? ചിക്കുവിനെ കണ്ടു കേട്ടോ. ചിക്കു ആളിവിടെ റെഡിയായി നിൽക്കുന്നു. ടീയ വന്നിട്ടില്ല. ബായ്. ടീയ നോ 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 ബായ്. നോ 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 എന്നാ പറയണത്, തരില്ല എന്നാ പറയുന്നത്. ഓരോരോ ആക്ഷൻ നോക്കി അതിൻ്റെ കണ്ണ് കണ്ടോ. ഇതിൻ്റെ പേര് കുറേ പേര് ചോദിച്ചു. ലോറി കീറ്റ് എന്നാണ് കേട്ടോ. മറ്റേ എന്താ പറയുക, റെയിൻബോ ലോറി കീറ്റ്. വിട്ടു ഒരു ഉമ്മ തരുമോ? വിട്ടു അധികം. ബായ്. ടീ എവിടെ? ടീ എവിടെ? ടീ എവിടെ? ടീനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. ബേബി പുഴുവിനെ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ കുഞ്ഞ്. ഇതിവിടെ മൊത്തം നിറഞ്ഞിരിക്കുക കേട്ടോ. ഇതിന് നമ്മൾ നശിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ഗാർഡൻ മൊത്തം പോവും. അതുപോലെ വൃത്തികേടാക്കും. അതുപോലെ നമ്മൾ വലിയ പുഴുവിനെ തപ്പി നടക്കുകയാണ്. കാലത്ത് സ്കൂളിൽ പോണ സമയത്ത് ഇതാണ് കേട്ടോ ഇവരുടെ പണി. ചിത്രം കാണിച്ചു തരാണ്ടോ. ഇവിടെ മുഴുവൻ പുഴുക്കൾ ഉണ്ടായിരുന്നതാണ്. ഇത് ബുഷായിട്ട് നിൽക്കുന്നുണ്ടോ, ഇത് മുഴുവൻ കരിഞ്ഞ് നിൽക്കുന്നുണ്ടോ. നമ്മളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ഇലകളിനെയൊക്കെ ആര് കഴിക്കും? ചിക്കുപ്പ പുഴുക്കൾ കഴിക്കും. ഇത് കണ്ടോ,
ഇത്ര അടുത്ത് ഇത് എനിക്ക് തോന്നുന്നു കഴിച്ച് വയറ് ഫുള്ളായിട്ട് നിൽക്കണം. അതിന് മുമ്പുള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ കടിച്ച് 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 കഴിക്കുന്നത്? കാണാനൊക്കെ ചന്തണ്ടല്ലേ ചിക്കു? പക്ഷേ ഇത് മൊത്തം ഒരു 2 ദിവസം നോക്കിയില്ലെങ്കിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ വന്ന് നമ്മളുടെ ചെടികൾ മുഴുവൻ നശിപ്പിക്കും കേട്ടോ. പക്ഷെ എന്ത് ഭംഗിയാ നോക്കിയേ, എന്ത് ക്യൂട്ടാ നോക്കി. ഞാൻ നന്നായി സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ? ഓ അത് നീങ്ങണ് കണ്ടോ? എൻ്റെ കണ്ണൊക്കെ നോക്കിയേ ഗൈസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓടി നടക്കുക. കണ്ണ് നോക്കിയേ.